അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ നമ്മളിന്നിവിടെ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ അമ്മോൻ്റെ പേരക്കുട്ടീൻ്റെ തന്നെയാണ്. നമ്മൾ അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വന്നാട്ടോ. വന്നേക്കാൻ പിന്നെ ജ്യൂസൊക്കെ കുടിച്ച് അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആൾക്കാരൊന്നും എത്തിയിട്ടില്ല. പുതിയാപ്പിളിൻ്റെ ആൾക്കാരൊക്കെ വരാനാവണുള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ പെരക്കാരെല്ലാവരും ഇങ്ങനെ വന്ന് ഇരിക്കുന്നതാണ് നമ്മളെ പുതിയെണ്ണ കേട്ടോ. ഓരോരുത്തരിങ്ങനെ വരണുള്ളൂ. അപ്പോൾ നമ്മൾ വേഗം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പോകുന്നതാണ്. സ്റ്റേജിൽ കുറച്ച് ലൈറ്റ് കുറവാട്ടോ. എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് അമ്മോൻ്റെ ഫാമിലി. അമ്മോനില്ല, പിന്നെ 3 പെൺമക്കളും 2 ആണും അതിലേക്കുള്ള മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് അത് അമ്മായിയൊക്കെയാണ്. 2-3 ആൾക്കാർ അതിൽ കുറവുണ്ട്. അവരൊന്നും ഇവിടെ ഇല്ല, അവരൊക്കെ പുറത്താണ്. അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെയാണ് അവരുടെ ഫാമിലി ഉള്ളത്. ഇത് പുതിയണ്ണിൻ്റെ എളാപ്പി എളീമയും പെല്ലിമ്മയൊക്കെ കേട്ടോ. ഇതവളെ സ്നേഹിതികളാട്ടോ, സ്കൂളത്തെ കോളേജിലത്തെ. അവൾ മൗലാന കോളേജിലാണ് പഠിക്കണത്. അപ്പോൾ അങ്ങനെ അവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, കുട്ടികളൊക്കെ. അങ്ങനെ വന്നവരെ ഭക്ഷണം കഴിക്കലൊക്കെ പുതിയാപ്പിളിൻ്റെ ആൾക്കാരൊക്കെ വന്ന ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളൊക്കെ ഇരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കട്ടെ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മുട്ടായി കൊടുക്കലും ഇതൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ നമ്മളിതിലുള്ളവരൊക്കെ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കണ തിരക്കാട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഗുലാബ് ജാമുൻ ഇളനീ പിന്നെ പായസം ഉണ്ടല്ലോ കേട്ടോ. അപ്പോൾ എല്ലാവരും പിന്നെ അത് കുടിക്കാൻ വന്ന്. നല്ല ടേസ്റ്റുള്ള പായസം കേട്ടോ. ഗുലാബ് ജാമുൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നല്ല സീറൊക്കെ, നല്ല പഞ്ചസാരൻ്റെ സീറൊക്കെ അതിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റുള്ളതായിരുന്നു. അപ്പോൾ ഇത് ആൾക്കാരൊക്കെ ചോറ് കഴിഞ്ഞ് ഇപ്പോൾ പന്തലൊക്കെ ഇങ്ങനെ ചുറ്റും പന്തലൊക്കെ കാര്യമായിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാവരും മേലേക്ക് പോവുക കേട്ടോ. കഴിഞ്ഞവരൊക്കെ മേലേക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇനി പുതിയാപ്പിൾ വന്ന് മുട്ടായി കൊടുക്കലും ഇതൊക്കെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും വെയിറ്റിങ്ങിലാണ്. അപ്പോൾ പുതിയാപ്പിളിൻ്റെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. മുട്ടായി ആയിട്ട് പിന്നെ പണ്ടത്തെ മാതിരി ഇപ്പം ഇതിലിടയ്ക്ക് കുറച്ച് മുട്ടായി കുറച്ച് ഓവർ ചെയ്യുന്നില്ലേ, എല്ലാവർക്കും കൊണ്ടുവരും ഇതാക്കലും. ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ. അപ്പം അത്യാവശ്യം മുട്ടായി തന്നെ ഉള്ളൂ. ബാക്കിയൊക്കെ ഓരോന്നും പിന്നെ ചെരുപ്പ്, ബാഗ്, സ്വർണ്ണം ഇതൊക്കെ ഇങ്ങനെ പെട്ടിയിലാക്കിയിട്ട് തന്നെയല്ലേ. അങ്ങനെ ഇപ്പം മേക്കപ്പ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാതും ഇങ്ങനെ പെട്ടിയിലാക്കിയോണ്ട് മുട്ടായി അധികമൊന്നുമില്ല കേട്ടോ. ആദ്യം കണ്ടമാനം മുട്ടായി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കുറവായിരിക്കണം. അതൊക്കെ നന്നായി. ഏതായാലും കുറേയൊക്കെ നമ്മളിതിൽ എടുത്ത് ഒഴിവാക്കി പോകേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളെ പുതിയാപ്പിള കുട്ടിയിട്ടാ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കാത്തിരിക്കണത്, ഈ ടൈമിന് വേണ്ടിയിട്ട്. അപ്പോൾ പുതിയാപ്പിള സ്റ്റേജിലേക്ക് പോകട്ടോ. പുതിയാപ്പിള ഒരു മോനെന്നെ ഉള്ളൂ, വേറെ മക്കളൊന്നും ഇല്ല എന്ന് പറഞ്ഞ്. ഇതൊക്കെ ഒരാളാപ്പാര മുത്താപ്പാരൊക്കെ മക്കളും പേരക്കുട്ടികളൊക്കെ എന്ന് തോന്നുന്നു. പുതിയൻ്റെ വീട്ടിൽ 2 പെണ്ണും ഒരാണുമാണ്. മൂത്ത മോളാണ് ഇത് കേട്ടോ. അപ്പോൾ അങ്ങനെ പുതിയാപ്പിള പുതിയന് പൊക്കൊക്കെ കൊടുത്ത് സ്വീകരിച്ച് നമുക്ക് വന്നവരൊക്കെ ഇനി ഓരോരുത്തർ ഇങ്ങനെ മുട്ടായി അത് ഇതൊക്കെ ഇങ്ങനെ പുതിയന് കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ സ്വർണം കെട്ടുന്നതൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റേജിൽ തീരെ ലൈറ്റ് ഇല്ല കേട്ടോ. ചെറിയ ഡിം ലൈറ്റ് ഇങ്ങനെ കത്തണം. പിന്നെ ബാക്കിൽ 1-2 ലൈറ്റേ ഉള്ളൂ. ഈ ഓഡിറ്റോറിയത്തിൽ സ്റ്റേജിക്ക് ഭയങ്കര ലൈറ്റ് കുറവാണ്. എല്ലാ കല്യാണത്തിനും എല്ലാവരും പരാതി പറയും. പക്ഷേ അതിനൊരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല. അവരടുത്ത് എത്തിയിട്ടില്ലായിരിക്കും പരാതി. അതുകൊണ്ടാവും. ക്യാമറക്കാരൊക്കെ പറയും തീരെ ലൈറ്റ് ഇല്ല ഇവിടെ. നമ്മൾ കുറേ കല്യാണം ഇവിടെ കൂടിയിട്ടുണ്ട്. പക്ഷേ എല്ലാ പുതിയണ്ണുങ്ങളും സ്റ്റേജിൽ കയറിയാൽ പുറത്തിരിക്കുന്നവർക്ക് പുതിയണ്ണും പുതിയാപ്പിളയും ഒരു ഇരുട്ടത്ത് നിൽക്കണമായിരിക്കും.
അപ്പം എല്ലാവരും ആകാംക്ഷയോടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ മുട്ടായി കൊടുക്കണമൊക്കെ നോക്കിയിട്ട് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക. പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ, എല്ലാവരും ക്ഷമിക്കുക. അങ്ങനെ പുതിയ ഇപ്പോൾ എല്ലാവരും കൂടുന്നതൊക്കെ ഇങ്ങനെ കൊടുക്കൽ തുടങ്ങിയിട്ടാ. മുട്ടായും ഇതൊക്കെ കുട്ടികളാണ് ആദ്യം കൊടുക്കുന്നത് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ആരവാരല്ലേ. ഇതൊക്കെ ഇങ്ങനെ ചെയ്താൽ കുറച്ചൊരു 10 കൊല്ലം കഴിഞ്ഞാൽ അവരെ ഈ ഫോട്ടോ കാണുമ്പോൾ അവർക്കൊക്കെ നല്ല സന്തോഷമാവും, ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്ത് നന്നു എന്നുള്ള. എന്താണ് തോന്നുന്നു സ്വർണത്തിൻ്റെ ഇതിട്ടാ. 2 മാല ഉണ്ട് അതിൽ, ഒരു കൈച്ചേനും ഒരു വാളയും പിന്നെ മോതിരങ്ങളും എന്ന് തോന്നിട്ടാ, കമ്മലും. സിമ്പിളായിട്ടുള്ളതെന്ന് തോന്നുന്നു, എന്താണെന്ന് ഞാൻ എത്തുന്നത് കണ്ടിട്ടില്ല, അങ്ങനെ വിട്ടു നിർത്താട്ടോ. ഇത് 2 ഇരട്ട കുട്ടികളാന്ന് തോന്നുന്നു അല്ലേ. ഒരു കുട്ടീനെ പിടിച്ച് നിൽക്കണില്ല കേട്ടോ, ആ കുട്ടി ഭയങ്കര ഓട്ടം. പിന്നെ ഇതിൻ്റെ ഉപ്പയാണ് കള്ളി ഷർട്ട്. പിന്നെ ഉപ്പാൻ്റെ സ്നേഹിതന്മാരാട്ടത്, നമ്മളിവിടെ ഉള്ളവർ തന്നെയാണ് എല്ലാവരും. ഈ കുട്ടിയാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ തീരെ സമ്മതിക്കണില്ല കേട്ടോ. കുട്ടി എന്തൊക്കെ പറഞ്ഞ് കരയാണ്, ഉമ്മാനെ കാട്ടണമൊക്കെ ഉണ്ട് ഇടക്ക്. ഉമ്മ എന്തൊക്കെ കാട്ടി കൊടുക്കുന്നുണ്ട് കുട്ടിയൊന്ന് അമർന്ന് നിൽക്കാൻ വേണ്ടി, കുട്ടിയെ സമ്മതിക്കണില്ല. അങ്ങനെ മുട്ടായി കൊടുക്കണ ചടങ്ങൊക്കെ ഒരുവിധം അവസാനിക്കൽ തുടങ്ങി. ഇത് പൊക്കൻ്റെ ഉള്ളിലത്തെ പൂവ് ഞാൻ അങ്ങനെ വെറുതെ എടുത്താട്ടാ, തേപ്പള പുതിയണ്ണം കൊടുത്ത പൊക്കല്ലേ അതിൻ്റെ പൂവാട്ട. ഞാൻ അങ്ങനെ വെറുതെ ഒന്ന് എടുത്താട്ടോ അവിടെ കസാലയിൽ കൊടുന്ന് വെച്ചപ്പോൾ. അങ്ങനെ പുതിയാപ്പിളിൻ്റെ വല്യമ്മ എന്തോ ഒരു മാല കൗത്തിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം വല്യമ്മയാണ് സ്വർണം കെട്ടായിരുന്നിട്ടുള്ളത്. പിന്നെ ഇതാണ് അമ്മായിമ്മട്ട, പുതിയാപ്പിളിൻ്റെ അമ്മ. അവരും എന്തോ കൗത്തുക്കൊന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരുത്തരിങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അവൾക്ക്. നമ്മളെന്തോ കഴിച്ചതിനാന്ന് തോന്നുന്നു ഈ കുട്ടി ഇട്ട് കൊടുക്കണത്. അങ്ങനെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.